ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം യെസ്, നമ്മൾ പ്രഡിക്ഷൻ ആണ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോയിൽ. നിങ്ങളുടെ പരീക്ഷയിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ ഒരു കാര്യമില്ല എന്നൊന്നും പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാലും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ A+ ആ ലെവലിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പണിയെടുക്കണം. ആ പണി എവിടെയാണ് എടുക്കേണ്ടത്? വൈകുന്നേരത്തെ ലൈവിലാണ്. കാരണം വൈകുന്നേരത്തെ ലൈവിലാണ് നമ്മൾ ഫുൾ സാധനം പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഫുൾ സാധനം പഠിച്ച ഒരു കുട്ടിക്ക് A+ കിട്ടാതിരിക്കില്ല, അത് ഉറപ്പാണ്. ഓക്കെ, പക്ഷേ എങ്കിൽ പോലും ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കാതെ പോരുത്. നിങ്ങൾ A+ ഉറപ്പിച്ച കുട്ടിയാണെങ്കിൽ ഇത് പഠിക്കാതെ പോയാൽ ചിലപ്പോൾ പണി പാടുന്ന വേറെ ലെവലിലായിരിക്കും. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കറിയാം, നമ്മൾ വെറുതെ പ്രഡിക്ഷൻ ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. നാളത്തെ പരീക്ഷ ഇതായിരിക്കും വരിക, അല്ലെങ്കിൽ ഇതായിരിക്കും വരിക എന്ന് എടുത്തു പറയാമെന്നുള്ള കഴിവ് എനിക്കില്ല. പക്ഷേ എനിക്ക് എന്തിനുള്ള കഴിവുണ്ട്? കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാ പേപ്പറും നോക്കിയിട്ട് ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഓരോ ചാപ്റ്ററിനും ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതാണെന്ന് അത് നോക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അതിൽ തന്നെ പരീക്ഷ ടഫായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം +1 പരീക്ഷകൾ ടഫായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മാത്സ് പരീക്ഷയും പലർക്കും ബുദ്ധിമുട്ടിച്ചൊരു പരീക്ഷയായിരുന്നു. അപ്പോൾ ആ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഏതാണെന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇതിലെ ആൻസേഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. വൈകുന്നേരത്തെ ലൈവിൽ വരണം. റെഡി? അപ്പോൾ ചാപ്റ്റർ വൈസ് ഓരോന്ന് നോക്കാം. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് മാത്രമല്ല പല കുട്ടികൾക്കും കേരളത്തിൽ, പ്രത്യേകിച്ച് പഠിക്കാത്ത കുറേ കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം, അവർക്കിത് അവരുടെ ലൈഫ് സേവിങ്, ജീവൻ രക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സിലൊരു കമൻറ്റ് ഇടണം, പിന്നെ ഷെയറും ചെയ്യണം. അത് നിങ്ങൾ ചെയ്തിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ വേറെ ഒന്നും ഷെയർ ചെയ്തില്ല, ഇതിൽ നിന്ന് ഷെയർ ചെയ്യില്ലേ? റെഡി? അപ്പോൾ തുടങ്ങാം. ഓരോരോ ചാപ്റ്റർ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിലെ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് ദി മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇൻകാൻഡസൻ ലാമ്പ്? അപ്പോൾ ഇൻകാൻഡസൻ ലാമ്പിൻ്റെ ഡിസഡ്വാൻറ്റേജ് ചോദിക്കാം. എന്താണ്? ബേസിക്കലി അതിന് ഫിലമെൻ്റ് ഉള്ളതുകൊണ്ട് ഹീറ്റ് ലോസ് വഴി കുറേ എനർജി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ടങ്സ്റ്റൺ ദാറ്റ് മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ബീയിങ് യൂസ്ഡ് ആസ് ഫിലമെന്റ്. അപ്പോൾ ടങ്സ്റ്റൻ്റെയും നിക്രോമിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചു കേട്ടോ. 4 പ്രോപ്പർട്ടി ആണല്ലോ. ഏതൊക്കെയാണ്? ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ ഡക്ടിലിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ നിക്രോമിൻ്റെയാണ് എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിതൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്. ഇവൻ്റെ എന്താണ്? എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ധവള പ്രകാശം പുറത്തു വരാൻ കഴിവാണ് ടങ്സ്റ്റൺ. രണ്ടും കൂടി പഠിച്ചു വെച്ചേക്ക്. കാരണം ഇതന്നെ ചോദിക്കണമെന്നില്ല, മറ്റേ വേണം ചോദിക്കാം. ഓക്കെ, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഇത് വളരെയധികം ചാൻസ് ഉള്ള ചോദ്യമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പഠിക്കാവുന്നത്, എക്സ്ട്രാ പഠിക്കാവുന്നത്, കാരണം അതും കൂടി പറഞ്ഞു തരണമല്ലോ. വെറുതെ ഈ ചോദ്യം മാത്രം ഇങ്ങനെ കാണിച്ചു പോയിരുന്ന കാര്യമില്ല. അപ്പോൾ പഠിക്കാവുന്നത് വേണേൽ പഠിച്ചാൽ മതി, പഠിച്ചാൽ നല്ലതായിരിക്കും. ഒന്നെന്താണ്? വർക്കിംഗ് ഓഫ് ഡിസ്ചാർജ് ലാമ്പ്. പിന്നെ ഡിസ്ചാർജ് ലാമ്പിൻ്റെ അഡ്വാൻറ്റേജ്. ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, ഒന്ന് പഠിച്ചേക്ക്. എവിടെയും സാർ പഠിക്കാതെ വൈകുന്നേരത്തെ ലൈവിൽ വാ. അപ്പോൾ ലൈവിൽ വരുമ്പോൾ നിങ്ങൾ ഫുൾ ഞാൻ പഠിപ്പിക്കും. അതിൽ നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടതൊക്കെയാണ്. മനസ്സിലായില്ലേ? പിന്നെ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞ നിക്രോമൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ ആണോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് സർക്യൂട്ടിംഗ് ആൻഡ് ഓവർലോഡിംഗ്. പഠിച്ചു വെച്ചേക്കും. ഷോർട്ട് സർക്യൂട്ടിംഗ് എന്താണ്, ഓവർലോഡിംഗ് എന്താണ്, രണ്ടിൻ്റെ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ പഠിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ കോൺടാക്റ്റിൽ വരികയാണ് വിത്തൗട്ട് റെസിസ്റ്റൻസ്. ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിന് താങ്ങാവുന്നതിലധികം പവർ എന്ന് വലിച്ചെടുക്കുന്നതിനാണ് ഓവർലോഡിംഗ് എന്ന് വിളിക്കുക. എക്സാക്ട് ഡെഫിനിഷനൊക്കെ കാര്യങ്ങൾ വൈകുന്നേരത്തെ ലൈവിൽ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ. ക്ലിയർ ആണല്ലോ? റെഡി? അടുത്ത ചോദ്യം. ഇതുപോലെ ന്യൂമറിക്കൽ വരും കേട്ടോ. ഇതാണ് റെസിസ്റ്റൻസ്, ഇതാണ് വോൾട്ടേജ്, കാൽക്കുലേറ്റ് പവർ. അപ്പോൾ ഏത് പവറിന് ഫോർമുല ഉപയോഗിക്കുക? പവർ ഇസ് ഈക്വൽ ടു V²/R ഉപയോഗിക്കുക, വോൾട്ടേജ് ഇട്ട് കൊടുക്കുക, റെസിസ്റ്റൻസ് ഇട്ട് കൊടുക്കുക, പവർ കിട്ടും. അപ്പോൾ ഈ ഫോർമുല ബേസ്ഡ് ചോദ്യം എന്തായാലും ഉണ്ടാവും. ഇത് പ്രഡിക്ഷൻ അല്ല, ഉറപ്പാണ്. ഇത് ഉറപ്പാണ്. കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ബൈ. അപ്പോൾ ഹീറ്റിന്റെ ഫോർമുല ഏതാണുള്ള? V²/R × T ഉപയോഗിക്കുക. പവറിനാണ് T ഇല്ലാന്നേ ഉള്ളൂ. അത് ഉപയോഗിച്ച് പരിപാടി തീർക്കുക. T എന്താണ്? 5 മിനിറ്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 5 മിനിറ്റ് സെക്കൻഡ്സിലേക്ക് ആക്കണം. സെക്കൻഡ്സിലേക്ക് എങ്ങനെ ആക്കുക? 5നെ × 60 ചെയ്യുക. അപ്പോൾ 300 സെക്കൻഡാണ് നമ്മൾ T എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. അല്ലാണ്ട് 5 ഇട്ട് കൊടുത്താൽ തെറ്റും. അത് ശ്രദ്ധിച്ചാൽ മതി. ഇഫ് ദിസ് അപ്ലയൻസ് കണ്ടിന്യൂസ്ലി വർക്ക്സ് ഫോർ 10 hours, കാൽക്കുലേറ്റ് ദ എനർജി കൺസ്യൂംഡ് ഇൻ കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ്. അപ്പോൾ കൊമേഴ്ഷ്യൽ യൂണിറ്റിൽ ഉപയോഗിക്കേണ്ട ഫോർമുല ഏതാണ് മക്കളെ? എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. പവർ എത്രയാണ് മക്കളെ? പവർ തന്നിട്ടുണ്ടോ? ആ പവർ നിങ്ങൾ കണ്ടുപിടിക്കും, വാട്ട്സിൽ കണ്ടുപിടിക്കും, അതിവിടെ ഇട്ട് കൊടുക്കുക. ടൈം അവേഴ്സിൽ തന്നിട്ടുണ്ട്, അത് അവേഴ്സിൽ തന്നെ ഇടുക. ഓക്കെ, 10 എന്ന് ഇട്ട് കൊടുക്കുക. പവർ കണ്ടുപിടിച്ചു, ടൈം 10 hours ഇട്ടു, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എനർജി കിട്ടും. കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് യൂണിറ്റ് മക്കളെ? kWh. അതിൽ ആൻസർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ, ആക്ച്വലി ഈ മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, പരീക്ഷയിൽ അങ്ങനെ ഒന്നുമില്ല. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാൻസ് ഉള്ള ചോദ്യമാണ്. പഠിച്ചു വെച്ചേക്ക്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ന്യൂമറിക്കൽ ബേസ് മറ്റൊരു ചോദ്യം, സാധ്യതാ ചോദ്യമാണ്.
2 ampere current flows through an electrical device connected to 230 volt. The quantity of charge that flows through it. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്? ഒന്നുമില്ല, ഇതാണ് സാധനം. കറണ്ടിന്റെ ഫോർമുല ഇല്ലേ, I = Q/T. അതാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പക്ഷേ Q ആണ്, ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടീനെ അങ്ങോട്ട് കൊണ്ടുപോവുക, അപ്പോൾ Q = IT എന്ന് കിട്ടും. അപ്പോൾ കറണ്ട് തന്നിട്ടില്ലേ, നോക്ക് എത്രയാണ് കറണ്ട് തന്നിട്ടുള്ളത്? 2 ampere തന്നിട്ടുണ്ട്. ടൈം അതിനുണ്ടോ? ടൈം 5 മിനിറ്റ് തന്നിട്ടുണ്ട്. 5 മിനിറ്റ് സെക്കൻഡ്സിലേക്ക് ആക്കിയിടണം. 300 സെക്കൻഡ് ആക്കി ഇടുക. അപ്പോൾ 2 × 300 600 കൂടും കിട്ടും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 600 കൂടും. അത്രേ ഉള്ള സംഗതി. പിന്നെ വാട്ട് ഈസ് ഈ റെസിസ്റ്റൻസ്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വോൾട്ടേജ് തന്നിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്ത് കറണ്ട് തന്നിട്ടുണ്ട്, വിയും ഐയും തന്ന 6 കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ അവിടെ ആ ഫോർമുല പഠിച്ചു വെച്ചേക്കൊക്കെ വെറുതെ പറഞ്ഞു പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, ആൻസറും കൂടി ഹിൻഡ് ചെയ്ത് തരാം, അങ്ങനെ യൂസ്ഫുൾ ആവണ്ടേ. 6 എത്രയാണ് മക്കളെ വരിക? അപ്പോൾ R = I ഇങ്ങോട്ട് കൊണ്ടോ, അത്രേ ഉള്ളൂ. R = V/I. V എത്രയാണ്? 230. I എത്രയാണ്? 2. 230/2 115. 115 ഇട്ട് എടുക്കുക, അവരുടെ എടുക്കുക. കാൽക്കുലേറ്റ് ദ പവർ. പവർ എങ്ങനെ കണ്ടുപിടിക്കുക? പവർ പല പല ഫോർമുല ഉണ്ട്. വിയു ഉണ്ട്. R കണ്ടുപിടിച്ച സ്ഥിതിക്ക് നേരത്തെ ഉപയോഗിച്ച് V²/R ഉപയോഗിക്കുക, അല്ലെങ്കിൽ വിയും ഐ ഉള്ള സ്ഥിതിക്ക് VI ഉപയോഗിച്ചാലും കിട്ടും. എത്രയാണ് പവർ കിട്ടുക? 230 × VI ഉപയോഗിച്ചാൽ 460 വാട്ട് എന്ന് കിട്ടും. അപ്പോൾ ഈ ന്യൂമറിക്കൽ ഈ ഫോർമുല വെച്ചിട്ടുള്ള ഉറപ്പാണ്, പ്രഡിക്ഷൻ അല്ല, ഉറപ്പാണ് കേട്ടോ, തമാശയല്ല. ലാസ്റ്റ് ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന്, പ്രഡിക്ഷൻ ആയിട്ടുള്ള ലാസ്റ്റ് ചോദ്യം, ഇത് മാത്രം ചോദിക്കണമെന്നില്ല, പ്രഡിക്ഷൻ ആയിട്ടുള്ള ലാസ്റ്റ് ചോദ്യം ഈ ചാപ്റ്ററിൽ കേട്ടോ. റെസിസ്റ്റൻസ് പാരലൽ സീരീസിൽ കാൽക്കുലേറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിക്കാം. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്, വാട്ട് ഈസ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാരലും സീരീസ് റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും, ഇത് ഉറപ്പാണ്. റൈറ്റ്, വൺ ഓഫ് ദി ഹയസ്റ്റ് വെയിറ്റേജ് ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അതിന് ഇതൊക്കെ അല്ലാണ്ട് വേറെ എന്താ ചോദിക്കുക? വേറെ ചോദിക്കാനില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ വീഡിയോ ഇപ്പോൾ കുറച്ച് ലെങ്തി ആയിപ്പോൾ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ആൻസറിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റെഡി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ പ്രഡിക്ഷനിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, കാരണം നമുക്ക് 100% അറിയില്ലോ ഒന്നും. അപ്പോൾ പഠിച്ച് വെച്ചതുകൊണ്ട് ഒരു എക്സ്ട്രാ ഇപ്പോൾ 4 ചോദ്യം വരെ ഒരു 5 ചോദ്യം പഠിച്ചു വെച്ചുകൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നുണ്ടല്ലോ. ആ ബുദ്ധിമുട്ട് എടുക്ക്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ. രണ്ടാമത്തെ ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങൾ വരുള്ളൂ. അതിൽ വരാൻ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുള്ള ഒരു ചോദ്യം എന്തായാലും വരും, ഒന്ന് പഠിച്ചു വെച്ചേക്ക്. പഠിക്കുമ്പോൾ പിന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി പഠിച്ചു വെച്ചേക്ക് കേട്ടോ. പഠിക്കുമ്പോൾ ഇതും കൂടി പഠിച്ചു വെച്ചേക്ക്. മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൻ്റെയും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെച്ചോ. ഏതെങ്കിലും ഒന്ന് ചോദിക്കും, പഠിച്ചു വെച്ചേക്കും. അപ്പോൾ അത് പഠിക്കുക. ഞാൻ പറഞ്ഞാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും പിന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചോ, പ്രസ്താവനകൾ പഠിച്ചോ, പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊന്നും അറിയില്ല സാർ, ഇതൊക്കെ ചോദ്യങ്ങൾ ചെയ്യേണ്ടെന്ന് അറിയില്ല, വൈകുന്നേരത്തെ ലൈവിൽ ഫുള്ള് പഠിപ്പിച്ചു തരാം. പക്ഷെ അവിടെ നിങ്ങൾ ഇത് കൂടുതൽ ശ്രദ്ധിക്കുക. റൈറ്റ് ഇൻ ടു മെത്തേഡ്സ് ടു ഇൻക്രീസ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓഫ് കറണ്ട് ക്യാരി. സോളിനോഡിലെ കറണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്, മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുക? കറണ്ട് കൂട്ടാം, നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം, സോഫ്റ്റ് ടേൺ കയറ്റി വെക്കാം. എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. ഒബ്സർവ് ദി ഫിഗർ ഓഫ് ലൂയിങ് ലൗഡ് സ്പീക്കർ. പിന്നെ ഇതിന്റെ പാർട്സ് ചോദിക്കും. ഏതൊക്കെയാണ് പാർട്സ്? 3 പാർട്സ് ആണ് ഏറ്റവും മെയിൻ. ഈ ഗുഡ്ഗുഡു എന്ന് പറഞ്ഞ സാധനമാണ് വോയിസ് കോയിൽ. പിന്നെ ഇതാ ഈ സാധനമാണ് ഫീൽഡ് മാഗ്നറ്റ്സ്, ഫീൽഡ് കാന്തങ്ങൾ. പിന്നെ പുറത്ത് ഡയഫ്രം ഉണ്ട്. പിന്നെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇതിന്റെ വർക്കിംഗ് കൂടെ പഠിച്ചേക്കും. ഓക്കെ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് കൂടെ പഠിച്ചോ. ഒന്നെങ്കിൽ ഇത് ചോദിക്കും, അല്ല അതിന്റെ വർക്കിംഗ് ചോദിക്കും. ഏതെങ്കിലും ഒന്ന് പരീക്ഷ ചോദിച്ചിരിക്കും. കണ്ടക്ടർ kept in magnetic field experience force when passing through it. Name the rule that helps to find. അപ്പോൾ മക്കളെ ഈ പരിപാടി എന്താണ്? കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചാൽ പറന്നു പോകും, അതിനുള്ള ഫോഴ്സ് കാരണം. ഈ പരിപാടി പഠിക്കുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ എന്നാണ്. മോട്ടോർ പ്രിൻസിപ്പിൾ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഉപയോഗിക്കേണ്ട റൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. മോട്ടോർ പ്രിൻസിപ്പിൾ വന്നാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഞാനൊരു ട്രിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ലയണൽ മെസ്സി റോയൽ എൻഫീൽഡിൽ നിന്ന്. അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിളാണ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഇത് മോട്ടോർ പ്രിൻസിപ്പിളാണ്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, എഴുതി വെക്കുക. നെയിം 2 ഡിവൈസസ് ദാറ്റ് വർക്ക്സ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. മോട്ടോർ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന 2 ഡിവൈസ് ഏതാണ് മക്കളെ? പഠിച്ചു വെച്ചോ. ഒന്ന് നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിൾ, ഇലക്ട്രിക് മോട്ടർ പേരിൽ തന്നെ ഉണ്ട്. രണ്ടാമത് നമ്മൾ നേരത്തെ കണ്ട ലൗഡ് സ്പീക്കർ. ഓക്കെ, പഠിച്ചു വെച്ചേക്കാം. DC കറണ്ട് ബ്ലാ 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 ഡയറക്ഷൻ ഇത് പൊളാരിറ്റി. പൊളാരിറ്റി എഴുതാൻ പറയും. ഈ ക്ലോക്ക് വൈസ് ആണ്, ഏതായിരിക്കും പൊളാരിറ്റി? നോർത്ത് ആണോ സൗത്ത് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അവിടെ ട്രിക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. CS കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ ആന്റി നാട് കടത്തുന്ന ഓർത്ത് വെച്ചാൽ മതി. ക്ലോക്ക് വൈസ് ആണ് സൗത്ത് പോൾ ആയിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആണ് നോർത്ത് പോൾ ആയിരിക്കും. കഴിഞ്ഞു, പഠിച്ചു വെച്ചോ, തീർന്നു. അത് എന്തായാലും ചോദിക്കും. ബ്ലാ 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 എന്ത് സംഭവം? ഗീവ് ദ നെയിം ഓഫ് ദ ലോ ദാറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ മാഗ്നറ്റിക് ഫീൽഡ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള. പിന്നെ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യമാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിൽ ഡിഫറൻസ്. ഓക്കെ, എന്തൊക്കെയാണ് ഡിഫറൻസ്? അത് ഓർത്തേക്ക്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിസം ടെമ്പററി ആണ്, ബാർ മാഗ്നറ്റിസം പെർമനന്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിസത്തിന്റെ പവർ സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും ഇലക്ട്രോ മാഗ്നറ്റിൽ. ബാർ മാഗ്നറ്റിൽ അത് കൂട്ടാൻ പറ്റില്ല, കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല.
ലാസ്റ്റ് കാര്യം ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പൊളാരിറ്റി ധ്രുവത മാറ്റാൻ കഴിയും, ബാർ മാഗ്നറ്റ് കഴിയാനില്ല. പഠിച്ചു വെച്ചിരിക്കുക, പരീക്ഷ ചോദിക്കും. പിന്നെ മോട്ടറിൻ്റെ പാർട്സും കൂടി പഠിച്ചു വെച്ചിരിക്കുക. ഏതൊക്കെയാണ് പാർട്സിലോട്? ഒരു ആർമേച്ചർ ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ട്, സ്പ്ലിറ്റ് റിങ്സ് ഉണ്ട്, കഴിഞ്ഞു. പിന്നെ ബ്രഷസും ഉണ്ട്. ഇത്രയും പഠിച്ചു വെച്ചാൽ തന്നെ ഈ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതലൊന്നും പഠിക്കാനില്ല. ഈ പ്രഡിക്ഷൻ വീഡിയോ മാറി കുറച്ച് എല്ലാം പഠിക്കണം എന്നുള്ള വീഡിയോ ആവുന്നുണ്ടോ എന്നെങ്കിൽ ശരി, നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. അങ്ങനെയല്ല, ഈ ചാപ്റ്ററിൽ വേറെ കുറേ വേണം പഠിപ്പിക്കാം. 2 മണിക്കൂറുടെ ക്ലാസ് എടുത്ത് വേണം പഠിപ്പിക്കാൻ പറ്റും അല്ലേ, വൺ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ. പക്ഷെ അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാണ് പരീക്ഷയ്ക്ക് വേണ്ടി കേട്ടോ. ഓക്കെ, എന്നാൽ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ 1-2 ചോദ്യം ഇത് വരും എന്ന് പറഞ്ഞ് വെറുതെ നിങ്ങൾ വിടരുത്. അത് യൂസ്ഫുൾ ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഓക്കെ, റെഡി. ഇപ്പോൾ അത്രയും ഓൾറെഡി 10 മിനിറ്റ്, ആ കുഴപ്പമൊന്നുമില്ല. 3ാമത്തെ ചാപ്റ്റർ പിടി. കറണ്ട് ഇൻ സെക്കൻഡറി കോയിൽ. ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ചോദ്യം ഉറപ്പാണ്, പഠിച്ചു വെക്കുക. ഒന്നെങ്കിൽ ഇത് വരും, അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, കറണ്ട് എവിടെയാണ് കൂടുതൽ, തിക്ക് വയസ് എവിടെയായിരിക്കും ഉപയോഗിക്കുക, ഏതെങ്കിലും ഒരു ചോദ്യം. ഇത് പ്രഡിക്ഷൻ അല്ല, ഇത് ഉറപ്പാണ്. ഉറപ്പെന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ്. പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഓക്കെ സാർ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ന്യൂമറിക്കൽ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്, ക്ലാസ്സിൽ വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും. AC ജനറേറ്റർ, വാട്ട് ഈസ് ദ വോൾട്ടേജ് പ്രൊഡ്യൂസ് ബൈ AC ജനറേറ്റർ? ഏതാണ് മക്കളെ? ഈ പവർ സ്റ്റേഷനിൽ എത്രയാണ്? നമ്മുടെ വീട്ടിൽ AC ജനറേറ്ററിലെ വോൾട്ടേജ് എത്തുമ്പോൾ 230 വോൾട്ടാണ് നമുക്കറിയാം. പക്ഷെ പവർ സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ? പഠിച്ചു വെച്ചോ, 11,000 വാട്ട്സ് ആണ്, വോൾട്ടേജ് ആണ്, അഥവാ 11 കിലോ വോൾട്ട്. പഠിച്ചു വെക്കാം, 11 കിലോ വോൾട്ട്. അപ്പോൾ പവർ സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്ററിന്റെ വോൾട്ടേജ് 11 കിലോ വോൾട്ടാണ്. വീട്ടിലെത്തുമ്പോൾ എത്രയാണ്? 230 വോൾട്ടാണ്. ഫാക്ടറിയിലും ഇൻഡസ്ട്രിയിലും എത്തുമ്പോൾ 400 വോൾട്ടാണ്. പഠിച്ചു വെച്ചേക്കാം. വാട്ട് യു മീൻ ബൈ ട്രാൻസ്മിഷൻ ലോസ് ഡെഫിനിഷൻ പഠിച്ചുക. എങ്ങനെയാണ് മിനിമൈസ് ചെയ്യുക? ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറഞ്ഞാൽ പ്രസരണ നഷ്ടം. നമ്മൾ പവർ ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന സമയത്ത് ഹീറ്റ് ലോസ് ഉണ്ടാകുന്നതിനാണ് ട്രാൻസ്മിഷൻ ലോസ് എന്ന് വിളിക്കുക. എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക? എന്താ ചെയ്യേണ്ടത്? നമ്മൾ വോൾട്ടേജ് കൂട്ടും. വോൾട്ടേജ് കൂട്ടിക്കഴിയുമ്പോൾ കറണ്ട് കുറയും. അങ്ങനെ കറണ്ട് കുറഞ്ഞിട്ടാണ് മിനിമൈസ് ചെയ്യുക. പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. നെക്സ്റ്റ്, ഇതെന്താ സംഭവം? ഒരു ജനറേറ്റർ ആണെന്ന് അവർ പറഞ്ഞു. ജനറേറ്റർ ആണെന്ന് പറഞ്ഞില്ലെങ്കിൽ ജനറേറ്റർ ആണെന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ്? ഏറ്റവും താഴെ ആരാന്ന് നോക്കാം. താഴെ ബാറ്ററി ആയിരുന്നെങ്കിൽ അത് മോട്ടറാണ്. അതൊരു ഗാൽവനോമീറ്റർ, ഒരു നീഡിൽ വെച്ച് കാണിക്കുകയാണെങ്കിൽ ഗാൽവനോമീറ്റർ ആണെന്നാണ് അർത്ഥം. ഗാൽവനോമീറ്റർ ആണ് എന്തായിരിക്കും മക്കളെ? ജനറേറ്റർ ആയിരിക്കും. കാരണം കറണ്ട് ജനറേറ്റ് ചെയ്തത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ വെച്ചിരിക്കുന്നത്. ജനറേറ്റർ ആണ്. പാർട്സ് ഏതൊക്കെയാണ് മക്കളെ? വിച്ച് ടൈപ്പ് ഓഫ് ട്രെൻഡ്? AC ആണോ DC ആണോ? അപ്പോഴും ചോദിക്കുക. AC ആണോ DC ആണോ? അതിന് മനസ്സിലാവുക. നമുക്ക് 2 ഫുൾ റിങ്സ് ഉണ്ട്. 2 ഫുൾ റിങ്സിനെ വിളിക്കുന്ന പേരാണ് സ്ലിപ്പ് റിങ്സ്. സ്ലിപ്പ് റിങ്സ് ആണ്, അത് AC ആണ്. എന്നാൽ ഇങ്ങനത്തെ സ്പ്ലിറ്റ് റിങ്സ് ആണല്ലേ, സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട സ്പ്ലിറ്റ് റിങ്സ് ആയിരുന്നുണ്ടെങ്കിൽ അതെന്താണ് മക്കളെ? DC ജനറേറ്റർ ആണ്. പിന്നെ പാർട്സ് ചോദിച്ചിട്ടുണ്ട്. പാർട്സ് ഏതൊക്കെയാണ്? മറ്റേ മോട്ടറിന് തന്നെയാണ്. ആർമേച്ചർ, ബറൂൺ മാഗ്നറ്റ്സ്, സ്ലിപ്പ് റിങ്സ്. സ്ലിപ്പ് റിങ്സ് ആണ് ബ്രഷസ്. എഴുതി വെക്കുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡിവൈസ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് മക്കളെ? ജനറേറ്ററിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. പഠിച്ചു വെക്കാം. അത് സ്റ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ എഴുതി വെക്കണം. അപ്പോൾ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിന്റെ പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ് എഴുതണം, ഡെഫിനിഷൻ എഴുതണം. ഓക്കെ, പിന്നെ ഇത് ബേസ്ഡ് ആയിട്ടൊരു ചോദ്യം വന്നിരിക്കും. അത് എങ്ങനെ വേണേൽ വരാം. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ പിക്ചർ മൊത്തം പരിപാടിക്കാം. ആരാണ് ഫസ്റ്റ് ഉള്ളത്? വാട്ട് അവർ മീറ്റർ ആണുള്ളത്. പിന്നെ മെയിൻ ഫ്യൂസ് ആണുള്ളത്. ആ ഓർഡർ കൃത്യം പഠിച്ചോ. മെയിൻ ഫ്യൂസിലൂടെ ഈ മുകളിലത്തെ വയർ, അഥവാ ഫേസ് വയർ മാത്രമേ പോകുന്നുള്ളൂ. താഴെയുള്ള ന്യൂട്രൽ വയർ മെയിൻ ഫ്യൂസിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോ. പിന്നെയാണ് മെയിൻ സ്വിച്ച് ഉള്ളത്. അപ്പോൾ ഈ ഓർഡർ പഠിച്ചു വെക്കണം ബൈ ഹാർട്ടായിട്ട്. പിന്നെ ELCB കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്ന് പഠിച്ചു വെക്കുക. ELCB കഴിഞ്ഞ് MCB ആ രീതിയിലാണ് പോകുന്നത്. ഈ ഓർഡർ പഠിച്ചു വെച്ചാൽ ഇത് ഓർഡർ മാറ്റിയിട്ട് അവർ ചോദിക്കും. ഈ മെയിൻ ഫ്യൂസ് ഇവിടെ വരച്ച് ചോദിക്കും, ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കുഴപ്പമുണ്ട്, മെയിൻ ഫ്യൂസ് മുകളിലാവരുന്നത്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ പരീക്ഷയിൽ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഈ വർഷം ചോദിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പഠിച്ചു വെച്ചേക്കുക. പിന്നെ അഡ്വാൻറ്റേജ് ഓഫ് കണക്റ്റിംഗ് പാരലൽ. വീട്ടിലെ സർക്യൂട്ട് എല്ലാം പാരലായിരിക്കും, ഫാനും TV ഒക്കെ. അപ്പോൾ അത് എൻ്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ എന്താ പറയുന്നത്? പാരലാണ്. എന്താണ്? ഒരു ഡിവൈസ് കേടായാൽ മറ്റു ഡിവൈസിന് എഫക്റ്റ് ചെയ്യില്ല. പാരലാണ് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും സെയിം വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. അങ്ങനെ 2-3 അഡ്വാൻറ്റേജ് പഠിച്ചു വെക്കുക. ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ELCBൻ്റെ ഫംഗ്ഷൻ. ELCB പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമ്മുടെ MCBയും സേഫ്റ്റി വ്യൂസും കൂടെ പഠിച്ചു വെച്ചോ. ഓക്കെ, പഠിച്ചു വെക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഗ്രാഫ് വെച്ചുള്ള ചോദ്യം ചോദിക്കും കേട്ടോ. ഇത് ആരുടെയൊക്കെയാണ് സോഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതാരുടെയാണ്? AC ജനറേറ്ററിനെയാണ്. ഇത് DC ബാറ്ററിയുടെയാണ്. ഇത് DC ജനറേറ്ററിനെയാണ്. ഒന്ന് പഠിച്ചു. ഇത് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ എവിടെയായിരിക്കും ബ്രൈറ്റ്നെസ് കൂടുതൽ കുറവ്? എപ്പോഴും ചോദിക്കും. ഇതൊക്കെ ചോദിച്ചിരിക്കും. പരീക്ഷ നോക്കിക്കോ, ഇതുണ്ടായിരിക്കും, നോക്കിക്കോ. അതേ സംഭവം എന്താണ് മക്കളെ? ഒരു ബാറ്ററി ഉണ്ട്, DC ബാറ്ററി, ഒരു സോളിനോഡ് ഉണ്ട്. പിന്നെ ഒരു AC സോഴ്സ് ഉണ്ട്, ഒരു സോളിനോഡ് ഉണ്ട്. ഓക്കെ, എവിടെയായിരിക്കും ബൾബ് വെച്ചിട്ടുണ്ട്? ബൾബിന് ഏതിനായിരിക്കും ബ്രൈറ്റ്നെസ് കൂടുതൽ കുറവെന്ന് ചോദിക്കും. ഇത്ര ആലോചിക്കേണ്ടതുള്ളൂ. ACയും സോളിനോഡും കൂടി വന്നാൽ അവിടെ എന്തുണ്ടാവും മക്കളെ? ACയും സോളിനോഡും കൂടെ വന്നാൽ അവിടെ ബാക്ക് EMF ഉണ്ടാവും. സെൽഫ് ഇൻഡക്ഷൻ വഴി ബാക്ക് EMF ഉണ്ടാവും. അപ്പം ബ്രൈറ്റ്നെസ് കുറയും. എത്ര ഓർത്താൽ? ഇവിടെ ബ്രൈറ്റ്നെസ് കുറവായിരിക്കും, ഇവിടെ ബ്രൈറ്റ്നെസ് കൂടുതലായിരിക്കും. എത്ര ഓർത്താൽ? എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചാൽ പറയണം. ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ വഴി ബാക്ക് EMF ഉണ്ടാവുന്നു. അത്ര എഴുതിച്ചാൽ മതി, കൂടുതലൊന്നുമില്ല. പിന്നെ എന്താണ്? ഈ ഫോഴ്സ് എങ്ങോട്ടാണ്, കറണ്ട് എങ്ങോട്ടായിരിക്കും ഉണ്ടാവും ചോദിക്കും. എന്താണ്? കണ്ടക്ടർ ഓൺ ദെൻ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ്
കറണ്ട്. അത് എപ്പോഴും ചോദിക്കും. ഇത് ഫുള്ള് ഞാൻ പറഞ്ഞു തരുന്നില്ല, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടി. അപ്പോൾ ഇത് നിങ്ങൾ ക്ലാസ്സിൽ വന്ന് കേൾക്കണം. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ നാളത്തെ പരീക്ഷയിൽ, മറ്റന്നാളത്തെ പരീക്ഷയിൽ ഉണ്ടാകാൻ സാധ്യത വളരെ അധികമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും 4 മണിക്കൂർ ഒരു സാധനം വർക്ക് ചെയ്യുന്നു, മറ്റേ വർക്ക് ചെയ്യുന്നു, അങ്ങനെയാണ് എനർജി എത്താണ്. നേരത്തെ കാണിച്ച അതേ ഫോർമുല ഉപയോഗിക്കുക. ഏതാണ് ഫോർമുല? എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 ഉപയോഗിക്കുക. ആകെയുള്ള വ്യത്യാസം ആദ്യത്തവൻ്റെ പവർ ഇൻറ്റു ടൈം ചെയ്യണം, പവർ ഇൻറ്റു ടൈം ചെയ്യണം, പിന്നെ ഇൻറ്റു 4 പേരുള്ളതുകൊണ്ട് ഇൻറ്റു 4 ചെയ്യണം. അപ്പോൾ എങ്ങനെ കാൽക്കുലേഷൻ ഉണ്ടാവും? എനർജി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു പവർ ഇൻറ്റു 4 ടൈം, പിന്നെ 4 ഇൻറ്റു 4 ഫാൻ 60 ഇൻറ്റു അങ്ങനെ എഴുതി ഇപ്പോൾ ഈ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ കാൽക്കുലേഷനൊക്കെ നമ്മൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ലൈവിലോ നാളത്തെ ലൈവിലോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ വന്ന് കാണാം. എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനം കേട്ടോ. ഇലക്ട്രിക് ഷോക്കിൻ്റെ പ്രിക്കോഷനും ഫസ്റ്റ് എയ്ഡും പഠിച്ചോ? ചോദിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചാപ്റ്റർ ഭയങ്കര വെയിറ്റേജ് കൂടിയ കുറേ കാര്യങ്ങളുടെ ചാപ്റ്ററാണ്. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എന്തായാലും പഠിച്ചു പോകണം. ഇപ്പോൾ ഞാൻ കാണിച്ച ഒരു ചോദ്യത്തിൻ്റെ പോലും പരീക്ഷ ഹാളിലെത്തുമ്പോൾ ഉത്തരം അറിയാതിരിക്കരുത്. അങ്ങനെ അറിയാതിരുന്നാൽ നിങ്ങൾ കരയും, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 4ാമത്തെ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങളൊന്നുമില്ല. ഒന്നെന്താണ്, റേ ഡയഗ്രം വരയ്ക്കാൻ പറയും. അപ്പോൾ എല്ലാ റേ ഡയഗ്രം പഠിച്ചു കഴിഞ്ഞാൽ പണി എളുപ്പമാണ്. ഓക്കെ, ഇല്ലെങ്കിൽ നോക്കി ഇവിടെ ജസ്റ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പാരലായിട്ട് പോകുമ്പോൾ നേരെ ഫോക്കസിലൂടെ പോകും, പിന്നെ പോളിലേക്ക് പോയി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചാൽ മതി. മനസ്സിലായില്ലേ? കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലും, പക്ഷേ പഠിക്കുകയാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഒന്നും അറിയില്ല എന്തെങ്കിലും വരച്ച് വെക്കുക. പിന്നെ മിറർ ഫോർമുല ഉപയോഗിച്ചുള്ള ചോദ്യം ഉറപ്പാണ്. മാഗ്നിഫിക്കേഷനും മിറർ ഫോർമുലയുള്ള എന്തായാലും ഉറപ്പാണ്. ഇത് പ്രഡിക്ഷൻ അല്ല മക്കളെ, ഉറപ്പാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. പ്രഡിക്ഷൻ അല്ല, ഉറപ്പാണെന്ന് പറയുന്നത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് ഫോർമുലയാണ് പഠിക്കേണ്ടത്. ഒന്ന് 1/f = 1/v + 1/u. ഇതിന് മറ്റൊരു ഫോമാണ് f = uv/u+v. ഓക്കെ, ഈ രീതിയിൽ ഉപയോഗിക്കാം. മറ്റ് ഇക്വേഷനാണ് മാഗ്നിഫിക്കേഷൻ. ഇക്വേഷൻ ബൈഹാർട്ട് പഠിച്ചോ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. വൈകുന്നേരത്തെ ലൈവിൽ ഫുള്ള് പഠിപ്പിച്ചു തരാം. പക്ഷേ ഇത് ചോദിക്കും, മിറർ ഇക്വേഷൻ വെച്ചുള്ള ചോദ്യം. പിന്നെ റെഗുലർ റിഫ്ലക്ഷൻ, ഇറഗുലർ റിഫ്ലക്ഷൻ, ഇത് റെഗുലർ ആണ്, മറ്റേത് റെഗുലർ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പഠിച്ചു വെച്ചിരിക്കുക. മാഗ്നിഫിക്കേഷൻ ഇതാണെങ്കിൽ അതിനെപ്പറ്റി എന്തൊക്കെ പറയാൻ പറ്റും ചോദിക്കും, പഠിച്ചു വെച്ചോ. ഓക്കെ, ലൈവിൽ വന്നാൽ പഠിപ്പിച്ചു തരാം. പിന്നെ നമ്മുടെ മൾട്ടിപ്പിൾ ഇമേജ് ഫോർമേഷൻ. അപ്പോൾ അതിൻ്റെ ഫോർമുല പഠിച്ചു വെച്ചോ. എത്ര ഇമേജ് ഉണ്ടാവും? n = 360 / θ - 1 ആണ് ഫോർമുല. പഠിച്ചു വെച്ചു. ഈ ഫോർമുല ബേസിലുള്ള ചോദ്യം ഹൈലി പ്രോബിൾ ആണ്. കാരണം ഈ ചാപ്റ്ററിന് വേറെ ഒന്നും ചോദിക്കാനൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. 4ാമത്തെ ചാപ്റ്ററിന് ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഓൾമോസ്റ്റ് ഉറപ്പാണ്. ഇപ്പം ഞാൻ എത്ര ചോദ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്? 1, 2, 3, 4, 5 ചോദ്യങ്ങൾ. 5 ചോദ്യങ്ങൾ അറ്റ്ലീസ്റ്റ് 3 എണ്ണം 100% ഉറപ്പാണ്. പഠിച്ചു വെച്ചാൽ മാർക്ക് എന്തായാലും കിട്ടും. 5ാമത്തെ ചാപ്റ്റർ കുറച്ചും കൂടി കാര്യങ്ങളുള്ള ചാപ്റ്ററാണ്. എന്നാലും ഞാൻ വേഗം കാര്യങ്ങൾ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴത്തെ ഓൾറെഡി 15 മിനിറ്റ്, കുഴപ്പമൊന്നുമില്ല. ഇത്രയും മാർക്ക് കിട്ടുന്നല്ലേ, കുഴപ്പമൊന്നുമില്ല. ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ പവർ തന്നിരിക്കുകയാണ്. -1D -1. എങ്ങനെയാണ് പവേഴ്സ്, എന്താണ് ഡിഫക്റ്റ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അടുത്ത ചാപ്റ്ററും കൂടി ചേർന്നുള്ള സംഭവമാണ്. പക്ഷേ ഒറ്റ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഏതാണ് ഫോർമുല മക്കളെ? പവർ = 1/4 ഫോക്കൽ ലെങ്ത് ഉപയോഗിക്കുക, പണി തീർക്കുക. ഓക്കെ, ഇവിടെ ഫോക്കൽ ലെങ്ത് ചോദിച്ചിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് ചോദിച്ചില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏതാണ് ഡിഫക്റ്റ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പവറും ഫോക്കൽ ലെങ്ത്തും നെഗറ്റീവ് അല്ലേ മക്കളെ? പവറും ഫോക്കൽ ലെങ്ത്തും നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് പവറും ഫോക്കൽ ലെങ്ത്തും ആണെങ്കിൽ ഏത് ലെൻസാണ് മക്കളെ? കോൺകേവ് ലെൻസ് ആണ്. ഇനി നിങ്ങൾ ആകെ ആലോചിക്കേണ്ടത് കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഐ ഡിഫക്റ്റിൻ്റെ, ഹൈപ്പർമെട്രോപ്പിയാണോ മയോപ്പിയുടെ റെമഡി ആണോ എന്നുള്ള കാര്യം അറിയില്ലെങ്കിൽ ലൈവിൽ വരിക, അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ബേസ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിൻ്റെ അപ്പോൾ ഏതാണ് റീസൺ എങ്കിൽ അതിൻ്റെ റീസൺസ് ഏതാണെന്നൊക്കെ ചോദിക്കും. 6ാമത്തെ ചാപ്റ്ററിലുള്ള സാധനമാണ്. ബേസിക്കലി ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. നിങ്ങൾ പഠിക്കേണ്ടതാണ് ഹൈപ്പർമെട്രോപ്പി, മയോപ്പിയുടെ വാട്ട് ഈസ് ദാറ്റ് ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അതിൻ്റെ റേ ഡയഗ്രം പഠിക്കണം. 6ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ എന്തായാലും പറഞ്ഞുതരാം. പഠിക്കുക, പിന്നെ അതിൻ്റെ റീസൺസും പഠിക്കാം. ഓക്കെ, അത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. എവിടെ നിന്ന് പഠിക്കും? വൈകുന്നേരത്തെ ലൈവിൽ പഠിപ്പിക്കും. പക്ഷെ അത് നോട്ട് ചെയ്ത് വെച്ച് കേട്ടോ. പിന്നെ ലെൻസ് ഫോർമുല വെച്ച്, മിറർ ഫോർമുലയും ലെൻസ് ഫോർമുലയും രണ്ടും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മിക്കവാറും ഏതെങ്കിലും ഒന്നായിരിക്കും വരിക. അപ്പോൾ ഇത് ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ലെൻസ്, കാൽക്കുലേറ്റ് ഇമേജ് ഡിസ്റ്റൻസ്. അപ്പോൾ ലെൻസ് ഫോർമുല ഏതാണ്? അത് തെറ്റിപ്പോരുത്. മിറർ ഫോർമുലേൻ്റെ 1/v + 1/u അല്ലേ? ഇവിടെ 1/v - 1/u ആണെന്നുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ അവിടെ uv/u+v ആയിരുന്നു താഴെ, ഇവിടെ u - v ആണ്. അതാണ് വ്യത്യാസം. പിന്നെ മാഗ്നിഫിക്കേഷൻ അവിടെ -v/u ആയിരുന്നു. അവിടെ മൈനസ് ഉണ്ടായിരുന്നു, ഇവിടെ വെറും v/u ഉള്ളൂ. മാഗ്നിഫിക്കേഷൻ ഇവിടെ ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാം. അപ്പോൾ ലെൻസ് ഫോർമുലയുള്ള ചോദ്യം ഒന്ന് പഠിച്ചു വെച്ചേക്ക്, പരീക്ഷയിൽ പ്രഡിക്ഷനാണ്. പിന്നെ ഈ റേ ഡയഗ്രം എന്തായാലും ഉണ്ട്, എല്ലാ വർഷം ചോദിക്കുന്നതാണ്. ഇത് പ്രഡിക്ഷൻ അല്ല, ഉറപ്പാണ്. റേ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം വരച്ച് പഠിക്കുക. പിന്നെ ക്രിട്ടിക്കൽ ആംഗിൾ ഡിഫൈൻ ചെയ്യുക, TIR ഡെഫിനിഷൻ, 2 ഡെഫിനിഷൻ പഠിച്ചു വെക്കും. ഈ ചാപ്റ്റർ എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ, എന്താണ് TIR, രണ്ടിൻ്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പഠിച്ചു വെക്കും. ഇങ്ങനെ പരീക്ഷ ടഫായിട്ട് വരികയാണെങ്കിൽ
ഈ വാല്യൂസും കൂടെ പഠിച്ചു വെച്ച്. വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? വാട്ടറും എയറും കൂടിയാണ് 48.6 ഡിഗ്രി ആയിരിക്കും. എന്നാൽ ഗ്ലാസും എയറാണ് 42 ഡിഗ്രി ആയിരിക്കും. ഒന്ന് പഠിച്ചു വെച്ചേക്ക്. പരീക്ഷയിൽ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം അവിടെ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. നെക്സ്റ്റ് 6ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ കുറേ ഡെഫിനിഷൻ പഠിക്കേണ്ട ചാപ്റ്ററാണ്. അപ്പോൾ റെയിൻബോ ഉണ്ടാക്കുന്ന ഫിനോമിനൻ എന്താണ്? റെയിൻബോ ഉണ്ടാകുന്ന എന്താണ് മക്കളെ? ബേസിക്കലി ഡിസ്പേർഷൻ ആണ്. ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ഡിസ്പേർഷൻ സംഭവിക്കുന്നു, ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു, പിന്നെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ബേസിക്കലി ഡിസ്പേർഷൻ ആണ്. കളർ സീനിൻ്റെ അപ്പറിന് മുകളിൽ എന്താ ഉണ്ടാവുക? ഏറ്റവും മുകളിൽ എന്തായിരിക്കും ഉണ്ടാവുക? റെഡ് ആയിരിക്കും ഉണ്ടാവുക. താഴെ വയലറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഡ്യൂറിങ് സൺസെറ്റ് സൺ സീംസ് ടു ബി റെഡ് ഇൻ കളർ, എക്സ്പ്ലെയിൻ വൈ. അപ്പോൾ സണ്ണിൻ്റെ റെഡ് കളറിൻ്റെ എക്സ്പ്ലനേഷൻ സ്കാറ്ററിംഗ് എന്നാണ് വരുന്നത്. അപ്പോൾ സ്കാറ്ററിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കണം. എക്സ്പ്ലെയിൻ വൈ എന്നുള്ളതിൻ്റെ 2 മാർക്ക് ചോദ്യമാണ്. എക്സ്പ്ലെയിൻ വൈ വൈകുന്നേരത്തെ ലൈവിൽ പഠിക്കുക. ഓക്കെ, ഫുള്ള് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് ബേസിക്കലി ഡിസ്പേർഷൻ ആണ് കാണിക്കുന്നതിന് ചോദിക്കും. ആരാണ് ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുക? ഇവനല്ല ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്തത് താഴേക്ക്. വയലറ്റ് ആണ്. ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ. റെഡിന് ഏറ്റവും കുറവ് ഡീവിയേഷൻ ആണുള്ളത്. വിച്ച് കളർ ഈസ് വിസിബിൾ ലൈറ്റ് ഹാസ് ലോങ് വേവ്? ഏറ്റവും ലോങ്സ്റ്റ് വേവ് ലെങ്ത് റെഡിനാണല്ലോ പഠിച്ചു വെച്ചേക്കാം. ഡ്യൂറിങ് ഡിസ്പേർഷൻ, അപ്പോൾ ആ റെഡിന് വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളതുകൊണ്ടാണ് അതിന് ഡീവിയേഷൻ, വ്യതിയാനം കുറവ്. വേവ് ലെങ്ത് കൂടിയ ആൾക്കാർക്ക് ഡീവിയേഷൻ കുറവായിരിക്കും. സ്കാറ്ററിങ്ങും കുറവായിരിക്കും. അതും പഠിച്ചു വെച്ചേക്കും. ഡ്യൂറിങ് ഡിസ്പേർഷൻ ഈച്ച് കളർ ഹാസ് ഗോട്ട് ഡിഫറെൻറ്റ് ഡീവിയേഷൻസ്. വൈ? എന്തുകൊണ്ടാണ്? ഓരോത്തിനും ഓരോ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് കൂടിയ റെഡിന് ഡീവിയേഷൻ കുറവായിരിക്കും. വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റിന് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ആയിരിക്കും. ഓക്കെ, സ്കാറ്ററിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയായിരിക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആലോചിച്ചാൽ, നേരത്തെ ചോദിച്ചില്ലേ മറ്റേ സൺലൈറ്റ്, സൺ എന്തുകൊണ്ടാണ് റെഡായിട്ട് കാണുന്നത് സൺറൈസിന് സൺസെറ്റ് സമയത്ത്? എന്തുകൊണ്ടാണ്? ഇവിടെ സണ്ണിൽ നിന്ന് എല്ലാ ലൈറ്റും വരുന്നുണ്ട്. വൈറ്റ് ലൈറ്റാണ് ശരിക്കും വരുന്നത്. ഓക്കെ, പക്ഷേ അതിൽ വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റും ബ്ലൂവിനൊക്കെ വേവ് ലെങ്ത് കുറഞ്ഞുകൊണ്ട് സ്കാറ്ററിങ് ഭയങ്കര കൂടുതലാണ്. സ്കാറ്റർ ആയി പോകും എല്ലാ ഡയറക്ഷനിലും. അപ്പോൾ നമ്മുടെ കണ്ണിലെത്തുക അവസാനം എന്തായിരിക്കും? ഏറ്റവും വേവ് ലെങ്ത് കൂടിയ റെഡൊക്കെ ആയിരിക്കും എത്താവുന്നതാണ് കാണുക. അത്രയേ ഉള്ളൂ. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ പരീക്ഷയിൽ വേണം ചോദിക്കുക, എങ്ങനെ ചോദിക്കുക? എന്തുകൊണ്ടാണ് വാർണിംഗ് സിഗ്നലും ഡേഞ്ചർ സൈനൊക്കെ റെഡിലുള്ളത്? റെഡിന് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആണ്. അപ്പോൾ സ്കാറ്ററിങ് കുറവായിരിക്കും. അപ്പോൾ സ്കാറ്റർ ആയി പോകാതെ കണ്ണിലേക്ക് ദൂരെ ട്രാവൽ ചെയ്തെത്തും. അപ്പോൾ ബ്രേക്കിൻ്റെ ലൈറ്റ് കൊടുക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? റെഡ്. ഇതാണ് കാരണം. സ്കാറ്റർ വേവ് ലെങ്ത് കൂടുതലാണ്. എല്ലാത്തിനും വേവ് ലെങ്ത് കൂടുതലാണ് ചോദിച്ചത്. റെഡിൻ്റെ കാര്യം വെച്ചാൽ ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് ഡിസ്പേർഷൻ്റെ കാര്യത്തിലും സ്കാറ്ററിങ്ങിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ ചോദിക്കാൻ ചാൻസ് ഉള്ളത്? പിന്നെ ചോദിക്കുക ഏതാണ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്? കണ്ടോ, ക്രിട്ടിക്കൽ ആംഗിൾ ഇതാണ് ഉണ്ടാവുക. എപ്പോഴാണോ റേ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുന്നത് അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇവിടെ കാണുന്ന ആംഗിൾ ക്രിട്ടിക്കൽ 42 ഡിഗ്രി. ഞാൻ ബയോഡ് പിടിക്കാൻ പറഞ്ഞിട്ട് ബയോഡ് പിടിച്ചേക്കാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ലൈറ്റ് പോകും, ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുന്നു, തിരിച്ച് ഗ്ലാസ്സിലേക്ക് തന്നെ വരുന്നു. ഇതാണ് TIR ഉണ്ടാവും. അപ്പോൾ TIR ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കും കേട്ടോ. പിന്നെ പഠിക്കുമ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് പഠിച്ചു. എന്താണ് ആപ്ലിക്കേഷൻ? ഒന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലും പിന്നെ എൻഡോസ്കോപ്പിലും. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്താണ്. ടഫായിട്ട് വരാണ്, അതൊക്കെ ആയിരിക്കും ചോദിക്കുക. പിന്നെ റെയിൻബോ ഫോർമേഷൻ്റെ ഡയഗ്രം ഒന്ന് പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ ടഫായിട്ട് ചോദിക്കണം, അവരിങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. എക്സ് എന്ന് പറഞ്ഞ കളർ ഇതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്കത്തെ റെയിൻബോയിൽ റെഡ് ആണ് മുകളിലുള്ളത്, വയലറ്റ് താഴെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ റെയിൻബോ ഒരു വാട്ടർ ഡ്രോപ്പിൽ നിന്ന് പുറത്ത് വരുന്ന കളേഴ്സിൽ മുകളിലുള്ളത് റെഡ് അല്ല വയലറ്റും, താഴെയുള്ളതായിരിക്കും റെഡ്. അത് ഓർത്ത് വെച്ചോട്ടോ. ശരിക്കത്തേൽ റെഡ് ആണ് മുകളിൽ. പക്ഷെ ഡയഗ്രത്തിൽ വരയ്ക്കുമ്പോൾ അതിൻ്റെ ലോജിക് ഒന്നും പറഞ്ഞുതരാൻ സമയമില്ല. മുകളിൽ വയലറ്റും താഴെ റെഡ് ആയിരിക്കും ഉണ്ടാവും. അതൊന്നും പഠിച്ചു വെച്ചേക്കും. നേരെ തിരിച്ചായിരിക്കും. പിന്നെ ഹൗ മെനി ടൈംസ് റിഫ്രാക്ഷൻ, എത്ര പ്രാവശ്യം റിഫ്രാക്ഷൻ സംഭവിക്കുന്നു? ഉള്ളിൽ കയറുമ്പോൾ റിഫ്രാക്ഷൻ, പുറത്തിറങ്ങുമ്പോൾ റിഫ്രാക്ഷൻ, 2 തവണ. ഗിവ് എൻ ഇൻസ്റ്റന്റ് റെയിൻബോ സീൻ എ സർക്കിൾ. എപ്പോഴാണ് റെയിൻബോ ശരിക്കും സർക്കിളായിട്ട് കാണാം? നമ്മളൊരു മൗണ്ടൻ്റെ ബോളിൽ പോയി നിൽക്കുമ്പോഴോ അല്ലെ എയറോപ്ലെയിനിൽ കാണുമ്പോഴോ. പഠിച്ചു വെച്ചേക്കുക, പരീക്ഷ എപ്പോഴും ചോദിക്കുന്നതാണ്. ക്രിട്ടിക്കൽ ആംഗിൾ ഓൾറെഡി ചെയ്താണ്. സെയിം ചോദ്യം തന്നെയാണ് വീണ്ടും കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ചിങ്ങനെ ഡെഫിനിഷൻസ് കൂടുതലുള്ളതുകൊണ്ട് മാക്സിമം പഠിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് പ്രഡിക്ഷനിൽ കൂടുതൽ ചോദ്യങ്ങളുള്ളത്. മിസ്റ്റി മോർണിംഗിൽ സൺലൈറ്റിൻ്റെ പാത്ത് വിസിബിൾ ആണ്. ടിൻഡോൾ എഫക്റ്റ് ആണ്. പഠിച്ചു വെച്ചോ. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷനും പഠിച്ചു വെച്ചാൽ നല്ല കാര്യമായിരിക്കും കേട്ടോ. ന്യൂട്ടൺസ് കളർ, മറ്റേ ഡിസ്കിൽ ഇങ്ങനെ കറക്കുമ്പോൾ വൈറ്റ് ആയിട്ട് കാണുന്നതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഡെഫിനിഷൻ കൂടി പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, പെർസിസ്റ്റൻസ് വീക്ഷണ സ്ഥിരത. റൈസിംഗ് ആൻഡ് സെറ്റിംഗ് സൈൻ അപ്പിയർസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സ്കാറ്ററിംഗ്, പേഴ്സൺ ക്യാൻ സീ ഫാർ ആൻഡ് നിയർ ഒബ്ജക്ട്സ് ക്ലിയർലി. ദൂരമുള്ള സാധനം അടുത്തുള്ള സാധനം കാണാൻ പറ്റും. സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ പഠിച്ചൊക്കെ നല്ലതായിരിക്കും. ഇവിടെ അതിൻ്റെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. പരീക്ഷ ടഫാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, പരീക്ഷ സിമ്പിൾ ആണെങ്കിൽ ഡെഫിനിഷൻ ആയിരിക്കും ചോദിക്കുക. രണ്ടും പഠിച്ചു വെച്ചാൽ ഉറപ്പാണ് മാർക്ക്, ഉറപ്പാണ്. പ്രഡിക്ഷൻ പോലുമല്ല, ഉറപ്പാണ്. ലാസ്റ്റ് ചോദ്യമാണ്. അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും പഠിച്ചു വെച്ചിരിക്കും. പരീക്ഷ ടഫായിട്ട് വരാണെങ്കിൽ ചോദിക്കും. ഒരു ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ എന്താണ്, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്താണ്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്, ഫോക്കൽ ലെങ്ത് ആണ്. ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിലല്ല, മറ്റേ ചാപ്റ്ററിലാണ്, പക്ഷേ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ, സെറ്റാണ്, ബുദ്ധിമുട്ടില്ല. ലാസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയായിരിക്കും ചോദിക്കുക, പിടിച്ചോ. ഫസ്റ്റ് ചോദ്യം, ഫോസിൽ ഫ്യൂവൽസ് എങ്ങനെയാണ് ഫോം ചെയ്തത്? വാട്ട് ആർ ദി പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ? ഫോസിൽ ഫ്യൂവൽസ് ഫോർമേഷൻ്റെ ഡെഫിനേഷൻ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പഠിച്ചു വെച്ചേക്കും.
പഠിച്ചു വെച്ചേക്കുക എന്താണ് ഫോസിൽസ്, എങ്ങനെയാണ് ഫോം ചെയ്യുന്നിരിക്കുന്നത്. പിന്നെ പ്രോഡക്ട്സ്, അത് ഈ കോളിൻ്റെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോളിൻ്റെ കോൾ ഗ്യാസ് കോൾ ടാർ എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്. അത് കോളിൻ്റെ മാത്രമല്ല പെട്രോളിയത്തിന് പഠിക്കണം. ഓക്കെ, അപ്പോൾ കോളിൻ്റെ കിട്ടുന്നത് ഡിസ്റ്റിലേഷൻ വഴിയാണ്, പെട്രോളിയത്തിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. ടെക്സ്റ്റ് ഇത് എന്തുകൊണ്ടാണ് തെറ്റ് എഴുതിച്ചെങ്കിൽ എനിക്കറിയില്ല. അതിൻ്റെ പ്രോഡക്ട്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ പെട്രോളിയത്തിൻ്റെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? പെട്രോളിയത്തിൻ്റെ പെട്രോൾ, പിന്നെ ഡീസൽ, പിന്നെ മണ്ണെണ്ണ, കെറോസിൻ, പിന്നെ വേറെ പെട്രോളിയം ഗ്യാസ്, എന്താണ് നാഫ്ത, അങ്ങനെ ലിസ്റ്റ് ഉണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചേക്ക്. പിന്നെ ലാസ്റ്റുള്ള നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൊഡക്ട്സ് ഏതാണ്? നമ്മുടെ LNG, CNG. അപ്പോൾ ആ പ്രൊഡക്ട്സ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കോളിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. കോളിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, കാരണം 4 പ്രൊഡക്ട്സേ ഉള്ളൂ. ഏതൊക്കെയാണ് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. നമ്മുടെ കോൾ ടാർ, കോൾ ഗ്യാസ്, അമോണിയ, പിന്നെ അതായിരുന്നു നമ്മുടെ CCC, അയ്യോ എനിക്ക് തന്നെ പറഞ്ഞു, കോക്ക്. ഓക്കെ, കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ്, അമോണിയ. റെഡി? ഈ 4 പ്രൊഡക്ട്സ് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. കോളിൻ്റെ 4 ടൈപ്പ് കോളുണ്ട്. പ്രൊഡക്ട്സ് അല്ല, 4 ടൈപ്പ്. ഒന്ന് പഠിച്ചു വെച്ചേക്കും. പറയുമ്പോൾ എല്ലാം കൂടി പറയുന്നല്ലേ നല്ലത്. ഇപ്പം തന്നെ പറഞ്ഞാൽ ഏതാണ്? പ്ലിബ, പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. 4 ടൈപ്സ് ഓഫ് കോളാണ്. കോളിൻ്റെ 4 ടൈപ്പ്. ഓക്കെ, മറ്റേ 4 പ്രോഡക്ട്സ് ആണ്, ഉൽപ്പന്നങ്ങളാണ്. പിന്നെ ഇതെന്താ സംഭവം? ഇത് ഏതാണ് മെയിൻ കോമ്പോണൻറ്റ്? അതായത് കോൾ എന്ന് പറഞ്ഞ സാധനത്തിൽ ഏറ്റവും മെയിൻ കോമ്പോണൻറ്റ് ഇതാണ്, കാർബൺ ആണ്. അപ്പോൾ അത് ഈ 4 ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് പെട്രോളിയത്തിൻ്റെയും പഠിച്ചു വെക്കുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് നമ്മൾ വൈകുന്നേരത്തിൽ ഇവർ പഠിപ്പിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും. എവിടെ നിന്നാണ് വരിക? ഒന്ന്, ഈ കോളിൻ്റെ 4 ടൈപ്പ്, പ്ലിബ ഞാൻ പറഞ്ഞ പോലെ, പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അത് ചോദിച്ചില്ല അവരെന്ന് ചോദിക്കും കോളിൻ്റെ പ്രൊഡക്ട്സ് ഏതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ്, അമോണിയ അത് ചോദിക്കും. അല്ലെങ്കിൽ പെട്രോളിയത്തിൻ്റെ ചോദിക്കും, അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ചോദിക്കാറില്ല, കോളിൻ്റെയോ അല്ലെ പെട്രോളിയത്തിൻ്റെ ചോദിക്കും. അതും ചോദിച്ചില്ലെങ്കിൽ അവരെന്തായാലും ചോദിക്കാവുന്ന സാധനമാണ് കോളിലെ ഏറ്റവും മെയിൻ കോമ്പോണൻ്റ് എന്താണ്, പെട്രോളിയത്തിൻ്റെ ഏറ്റവും മെയിൻ കോമ്പോണൻ്റ് എന്താണ്, നാച്ചുറൽ ഗ്യാസിൻ്റെ ഏറ്റവും മെയിൻ കോമ്പോണൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം പ്രഡിക്ഷൻ അല്ല ഉറപ്പാണ് ഈ പറഞ്ഞതിൽ. ഓക്കെ, കാരണം അതില്ലാണ്ട് ഈ ചാപ്റ്റർ ഇല്ല. പിന്നെന്താണ് മറ്റേ സിലിണ്ടറിൻ്റെ മുകളിൽ എന്താണ് ഈ മാർച്ച് 2020 ആണെങ്കിൽ എന്തായിരിക്കും കോഡ്, അല്ലെങ്കിൽ ഈ കോഡാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ എക്സ്പയറി ഡേറ്റ്, അത് ബേസ് ആയിട്ടുള്ള ചോദ്യം ഉറപ്പാണ്, പഠിച്ചു വെച്ചുക. പിന്നെ LPG ലീക്കേജിൻ്റെ പ്രിക്കോഷൻസ്, LPGക്ക് ലീക്കേജ് സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കേണ്ട കാര്യമാണ് LPG ലീക്കേജ് സംഭവിച്ചാൽ ഉള്ള പ്രിക്കോഷൻസ്. ഓക്കെ, ഒന്ന് പഠിച്ചു വെച്ചേക്ക്. പഠിക്കുമ്പോൾ വൈകുന്നേരത്തെ ലൈവിൽ പഠിപ്പിക്കുകയും ചെയ്യും. ബ്ലെവി എന്താണെന്നും കൂടെ പഠിച്ചു വെച്ചേക്ക്. ഓക്കെ, ബേസിക്കലി LPG ലീക്ക് ചെയ്തിട്ട് തീ പടരുമ്പോൾ ഈ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടുന്ന പരിപാടിയാണ് ബ്ലെവി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വൈകുന്നേരത്തെ ലൈവിൽ പഠിപ്പിക്കും, ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ഓക്കെ, റെഡി. പിന്നെ എനർജി ക്രൈസിസ് എന്താണെന്ന് ചോദിക്കും. എങ്ങനെയാണ് എനർജി ക്രൈസിസ് കുറയ്ക്കുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രഡിക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്. മറ്റ് കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ പറ്റും, പക്ഷെ പ്രഡിക്ഷൻ പോയിന്റ് ഓഫ് വ്യൂന്ന് ഈ ചോദ്യങ്ങളെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോനെ എങ്ങനെയാണ് കാണേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഫുൾ മാർക്ക് കിട്ടുമോ? ഒബ്വിയസ്ലി ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. A+ കിട്ടുമോ? ഉറപ്പ് പറയാൻ പറ്റില്ല. പരീക്ഷ എളുപ്പമാണ് A+ ചിലപ്പോൾ കിട്ടാം, ഇല്ലെങ്കിൽ A+ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇത് മാത്രം പഠിച്ചു പോയിക്കാൽ. പക്ഷേ ഇതുകൊണ്ട് ഗുണമുണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങളിത് മാത്രം പഠിച്ച ഗുണമുണ്ടാവും. പക്ഷേ ആസ് എ ടീച്ചർ, നിങ്ങളുടെ ഒരു മെൻറ്റർ, ഒരു ടീച്ചർ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഒരിക്കലും ഞാൻ പറയില്ലെന്ന് മാത്രം പഠിച്ചു പോകണമെന്ന്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഇന്നത്തെ ലൈവിൽ ഫുൾ സാധനം പഠിപ്പിക്കും. അത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്നും കൂടെ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. നാളെ രാവിലെ ഇരുന്നിട്ട് ബാക്കിയുള്ളത് പഠിച്ചതുകൊണ്ട് എനിക്ക് നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല, എപ്പോഴും ഗുണം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. പക്ഷേ പഠിച്ചു കഴിഞ്ഞിട്ടും അവസാനം നിങ്ങൾ ഓർക്കേണ്ടത് ഇത് ഞാൻ പഠിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തിയാണ്. ക്ലിയർ ആണല്ലോ? ഇത് ഉറപ്പ് വരുത്തേണ്ട ചോദ്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ രീതിയിലാണ് ചോദ്യങ്ങൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ പല കുട്ടികൾക്കും ഇത്, കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും നല്ലതാവാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങളിത് ഷെയർ ചെയ്യണം. എക്സാമിനറിൻ്റെ വ്യൂസോ ചാനലോ എന്നുള്ള രീതിയിലൊന്നല്ല, ബാക്കിയുള്ള പല ചാനൽസ് കാണുന്ന കുട്ടികളുണ്ടാവും, അവർക്കൊക്കെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആണെന്നുള്ള പെർസ്പെക്റ്റീവിനാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങളുടെ വാട്സപ്പിലേക്ക് സ്റ്റേറ്റസ് ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. അതിനുള്ള ഗുണം എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, ആ ഗുണം നിങ്ങൾക്കും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷവും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ തീർച്ചയായും നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക, ലൈക്കും ചെയ്യാം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ലൈവിൽ വരാൻ മറക്കരുത്. ഇതിന് ആൻസർ ഒക്കെ അവിടെ ആയിരിക്കും ഡീറ്റെയിൽ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അത് വേറെ കാര്യം.